സാറിനെ കണ്ട് സംസാരിച്ച് സാറിനെ കണ്ടിട്ട് ഞങ്ങളെ അടിച്ചിരിക്കുന്നത് ആ നോട്ടീസ് തന്ന് പരാതിയായിട്ട് സ്വീകരിച്ചുകൊണ്ട് റെസിപ്റ്റ് തരാൻ പറ്റും. മെയിലല്ല, ലെറ്റർ അയച്ചാൽ പോസ്റ്റ് അയച്ചാൽ. എല്ലാവർക്കും അയച്ചാ. ഇപ്പം ഇവിടെ വന്ന പരാതി വന്ന നിങ്ങൾ അയച്ചതിന്റെ എന്തെങ്കിലും രേഖയുണ്ടോ? നിങ്ങൾ SP ഓഫീസിൽ പരാതി കൊടുത്തായിരുന്നോ? എല്ലായിടത്തും മൊത്തം. അപ്പൊ അതിന്റെ എന്തെങ്കിലും രേഖ ഉണ്ടെങ്കിൽ നമ്മളെ പോസ്റ്റിന്റെ ഇത് കൈപ്പറ്റിയതായിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. മറ്റേ പേപ്പറൊന്നും നോക്കട്ടെ. അതല്ല, അയച്ചതിന് രേഖയൊന്നുമില്ല. നിങ്ങളൊരു പരാതി എടുത്തിട്ടില്ല. എന്ത് വീട്ടിലിരിപ്പുണ്ട്. എന്താണ് ഇതിന്റെ പരാതിയുടെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ കൊലപാതക ശ്രമമാണ്. 9 വർഷമായി കൊലപാതക ശ്രമം ഞങ്ങളെ ഉണ്ട്. അതായത് എൻ്റെ കുട്ടികളെ കൊല്ലാനായിട്ട് നിന്നത് നിന്നതാണ്. ഞങ്ങളെ മൊത്തത്തോടെ 2 കുടുംബം നശിപ്പിക്കും. ഇത് അവനല്ല, ഞങ്ങളുടെ അടുത്തുള്ള പ്രൊട്ടക്ഷൻ ഓർഡർ മേടിച്ചാണ് ഞങ്ങൾ റോഡിലിട്ട് നിരന്തരം അടിക്കുകയും. എന്റെ പേര് സാറാമതി. ഇത് എന്റെ കൂടെ നിൽക്കുന്ന പയ്യൻ ബിൽഡിങ്ങിന്റെ പരിപാടി. ബിൽഡിങ്ങിന്റെ പരിപാടിയാണ്. തൊട്ടടുത്ത് തന്നെ. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 2 പെൺകുട്ടികളാണ്. അവർ പഠിച്ചിട്ടുണ്ട്. ഒരാള് നഴ്സിംഗ് പഠിക്കുന്നു, ഒരാള് ഹസ്ബൻഡ് എന്ത് ജോലി? ഹസ്ബൻഡ് ജോലി? നിങ്ങൾക്ക് എന്ത് ജോലി? എനിക്ക് പറഞ്ഞൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ വീട്ടുകാര്യങ്ങളൊക്കെ പശുവിനെ വളർത്തിക്കൊണ്ടിരുന്ന നമുക്ക് പരാതി പരിഹരിക്കാം. അത് നടക്കാത്ത കാര്യം സാറേ. ഇവിടെ FIR പോലും ഇട്ടിട്ടില്ല. ആ സ്ത്രീ ഇവിടെ കയറി വന്നാൽ വെല്ലുവിളിച്ച ഇതിന് വാതിക്കൊന്ന് വെല്ലുവിളിച്ച ഇവിടെ ഉള്ളവർ മിണ്ടത്തില്ലായിരുന്നു. സാറ് സംസാരിക്കണ്ട. എന്തിനാ പേപ്പർ കൊടുത്തിട്ട് റെസിപ്റ്റ് മേടിക്കും? നമുക്ക് ഒട്ടിച്ചാൽ പോരെ. കൊല്ലുന്നവരം കൊല്ലട്ടെ. റെസിപ്റ്റ് തരത്തില്ല. പരാതിയായിട്ട് എഴുതി കൊടുത്താൽ റെസിപ്റ്റ് തരത്തുള്ളൂ. ഇത് കൊടുത്താൽ റെസിപ്റ്റ് തരത്തില്ല. റെസിപ്റ്റ് അതെടുക്കുന്നില്ല. ഇത് പരാതിയായിട്ട് പരാതിയല്ലല്ലോ. ഈ കാര്യങ്ങൾ മൊത്തം കാണിച്ചു. അതെ.